കണ്ട മൊയ്തീമാരും നിഫാഴിമാരും ബദറേത്തും പാട്ടും കൂത്തും എല്ലാം നമ്മൾ സ്വീകരിച്ചിട്ടും നമ്മളിപ്പോഴും സമാധാനിക്കാൻ നമ്മളിങ്ങനെ പാരമ്പര്യമായിട്ട് ഇങ്ങനെ കാക്കക്കാരന്മാര് പാപ്പാർ ഇങ്ങനെ പോതല്ലേ വിലക്കെ പഴച്ചോല് ഓലൊക്കെ പുത്തന്മാരികൾ ഓലൊക്കെ പിന്നെ വന്നോല് നമുക്കൊന്നും ആവശ്യമില്ല. അവിടെ നമ്മൾ നിൽക്കുന്നത്. സഹോദരന്മാരെ, പരലോകം മുമ്പിൽ വെച്ചുകൊണ്ട് ചിന്തിക്കണേ എന്ന എന്നോടും ശബ്ദം കേൾക്കുന്ന എല്ലാവരും പറയാനുള്ളത്. ഇതൊരു കേവലം ഒരു സുന്നി മുജാഹിദ് തർക്ക വിഷയത്തിൽ നിങ്ങൾ കാണണ്ട, അങ്ങനെ ആലോചിക്കണ്ട. എന്താ മുജാഹിദ് അങ്ങനെ പറയാൻ? ഓർക്ക് നമുക്ക് അങ്ങണ്ടാക്കണം മറുപടി വെക്കണം, അതൊക്കെ ആയിക്കോട്ടെ, എന്റെ വൈക്ക് പോയിക്കോട്ടെ. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് നമ്മളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ മരിച്ച അള്ളാന്റെ മുന്നിക്കാട് ചെല്ലുമ്പോ ചോദ്യം ഉണ്ടാകുന്നുള്ളത് നമ്മൾ മറക്കാതെ. ഇങ്ങനെ ഓരോരുത്തർ ഉണ്ടാക്കിയതൊക്കെ പാടെ സ്വീകരിച്ചൊക്കെ ദീനായിട്ട് ഇതിനൊക്കെ പഠിച്ചോ കൂലി തരുന്ന ബന്ധം സങ്കല്പിച്ചു നോക്കുക. കുത്തുബൈത്ത് ചൊല്ലിയാ കൂലിട്ടും, മൊഹീദ്ദീമാരെ ചൊല്ലിയാ കൂലിട്ടും, ഈ പാട്ടും ബൈത്തിനെ കൂലിട്ടും, ഹദ്ദാദിനെ കൂലിട്ടും എന്നൊക്കെ വിചാരിക്ക വെറുതെ മനസ്സ് സങ്കല്പിക്കാം. എങ്കിൽ എന്താ സംഭവിക്കാം? എല്ലാ ദിവസവും ഇഷാമലിബിന്റെ ഇടയിലോ അല്ലെങ്കിൽ ഇഷാക്ക് ശേഷമോ ഒക്കെ നമ്മളെ പല മിക്കവാറും പള്ളിയിൽ ഹദ്ദാദ് ഉണ്ടല്ലോ. ആരുണ്ടാക്കി ഹദ്ദാദ്? 600 കൊല്ലം മുമ്പ് ബാ അലവി അൽ ഹദ്ദാദ് എന്ന ആളുണ്ടാക്കിയതാ. അതിപ്പോ എല്ലാവരും സമ്മതിക്കും, തർക്കമൊന്നുമില്ല. ഒരു ഹദ്ദാദിനെ പോട്ട് ഉസ്താദെ ഈ ഹദ്ദാദ് ആരുണ്ടാക്കിയെന്ന് ചോദിക്കാം. റസൂൽ ഉണ്ടാക്കിയ സഹാബികളൊക്കെ പട ചൊല്ലിന്ന് ഒരു ഉസ്താദും പറയില്ല. നിങ്ങൾ ചോദിച്ചു നോക്കി. ആ ചോദിക്കുമ്പോ ഉസ്താദ് മോത്ത് എന്താടാ എനിക്ക് വഹാബിക്കണോ ചോദിക്കും. ആയിക്കോട്ടെ, എന്നാലും പേടില്ല, നിങ്ങൾ ചോദിക്കാം. ഉസ്താദ് റസൂലും സഹാബികളും ചൊല്ലിയതാണോ ഹദ്ദാദ്? വേറെ ഒന്നും വേണ്ട, എല്ലാ ബഹുമാനവും എല്ലാ ആദരവും നിലർത്തിക്കൊണ്ട് ചോദിക്കുക. ഞാൻ അങ്ങനെ ചോദിക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ചോദിക്കാം. ഉസ്താദ് റസൂലിന്റെ കാലത്ത് ഏഷാമലിബിന്റെ ഇടയിലാണോ ഏഷാക്ക് ശേഷമാണോ ഹദ്ദാദ് ചോദിക്കുക. ഒന്നില്ല, നമുക്ക് ആ സമയം തന്നെ നമുക്കും ചെല്ലാനാണ്. അപ്പൊ ഉസ്താദ് മണ്ടമ്മ ചോദിച്ചപ്പോ എടാ അന്നതൊന്നുമില്ല. പിന്നെ എന്നേ ഉസ്താദ് ഉണ്ടായി? ഇതൊരു 600 കൊല്ലം മുമ്പ് ബാ അലവി അൽ ഹദ്ദാദ് എന്നാൾ ഉണ്ടാക്കിയതാ. അതുകൊണ്ട് ഹദ്ദാദ് പേര് തന്നെ ബാ അലവി അൽ ഹദ്ദാദ് എന്ന ആളാണ് ഇതിന്റെ ഉപജ്ഞാതാവ് എന്ന് 600 കൊല്ലങ്ങൾക്ക് മുമ്പ്. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി പോയിട്ട് 1400 കൊല്ലം അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന ആയത്തിറങ്ങിയിട്ട് 1400 ചില്ലാനം കൊല്ലങ്ങളായി. ഇപ്പൊ ഹിജ്റ 1439 നമ്മൾ നിൽക്കുന്നത്. ആയത്തിറങ്ങിയത് ഹിജ്റ 10-ാം കൊല്ലം. അപ്പൊ 1429 കൊല്ലമായി ഈ ആയത്തിറങ്ങിയിട്ട്. ദീന് പൂർത്തിയാക്കി എന്നുള്ള ആയത്ത് ഇറങ്ങിയിട്ട് 1429 കൊല്ലം. ഹദ്ദാദ് ഉണ്ടായിട്ട് 600 കൊല്ലം. അപ്പൊ ആയത്തിറങ്ങിയ കാലം മുതൽ 829 കൊല്ലത്തെ മുസ്ലിമീങ്ങളുടെ പള്ളികളിൽ ലോകത്തെവിടെയും ഹദ്ദാദ് ഉണ്ടായിട്ടില്ല. അത് ശേഷം ഹദ്ദാദ് തുടങ്ങി. നമ്മൾ പറയാ നമ്മൾ പഴയതാണ്, നമ്മൾ പാരമ്പര്യമാണ്, മറ്റൊക്കെ പുത്തമ്പാതിയാണ്. അതാ ഞാൻ പറഞ്ഞ ഇതിനൊക്കെ കൂലി കിട്ടുന്ന സങ്കല്പിക്കാം. നബി പഠിപ്പിച്ചിട്ടില്ലെങ്കിലും സഹാബികൾ ചെയ്തിട്ടില്ലെങ്കിലും ഇതൊക്കെ കൂലി കിട്ടും എന്ന് സങ്കല്പിക്കുക. എങ്കിൽ എന്താ സംഭവിക്കുക? നമ്മളെ മഹ്ശറയ്ക്ക് വരുമ്പോ നമ്മളെ നന്മയുടെ ഏട് തരുമ്പോ നമ്മളെ ഏട് എന്തൊക്കെ ഉണ്ടാകാം? ഒരു 100 കുത്തുബിയത്ത്, ഒരു 10,000 ഹദ്ദാദ്, കുറെ നാരിയ സ്വലാത്ത്, കുറെ ബദർ ബൈത്ത്, കുറെ മുഹിദ്ദീമാല, കുറെ മൗലൂദ്, കുറെ നബിദിനാഘോഷം, കുറെ ജാടത്തങ്ങ് പോയത്, നാർച്ചപ്പെട്ടി പൈസ ഇട്ടത്, ഇതൊക്കെ നമ്മൾ നന്മയുടെ തുലാസിലുണ്ട്. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജൊക്കെ അതുണ്ട്. സഹാബികളെ കിതാബ് കൊടുക്കുമ്പോഴോ ഉമർ ഖത്താബിന്റെ ഏടിൽ എത്ര ഹദ്ദാദ് ഉണ്ടാകും? ഉമർ ഖത്താബിന് കിട്ടുന്ന ഏടില് ഹദ്ദാദ് ഉണ്ടാവില്ല, കുത്തുബൈത്ത് ഉണ്ടാവില്ല, റാത്തീബ് ഉണ്ടാവില്ല, സ്വലാത്ത് നാരിയ എന്ന നാരിയ സ്വലാത്ത് ഉണ്ടാവില്ല. ആ നിലക്കുള്ള പലതും കാണൂല. ഉമർ ഖത്താബ് നബി വിളിച്ചു, എന്താ നബിയെ ഓല ഏടിൽ വേറെ കുറെ കാണുന്നു? എടാ ഹദ്ദാദു റാത്തീബൊക്കെ, ഹദ്ദാദു റാത്തീബ് എന്താ? അതൊക്കെ ഓല് പിന്നെ ഓരോരുത്തരുണ്ടാക്കിയിട്ട് ഓല് കുറെ ചൊല്ലി തീർത്ത് അതിനൊക്കെ കൂലിയുണ്ട്. ഉമർ ഖത്താബ് വിടോ? എന്താ നബി നിങ്ങൾ ഞങ്ങളെ പറ്റിച്ചിട്ടേക്കൂലേ? ഞങ്ങളോട് നിങ്ങൾ പറഞ്ഞു ദീനൊക്കെ പൂർത്തിയാക്കി, ഇഞ്ഞൊന്നുമില്ല, കൂട്ടാനും പോണ്ട കുറക്കാനും പോണ്ട, ഇതനുസരിച്ച് ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടുന്ന ഞങ്ങളെ പറഞ്ഞ് പറ്റിച്ച് പോയിട്ട് ഇപ്പൊ കണ്ടോ അവിടെ നിങ്ങൾ കിനാവിലൊക്കെ പോയിട്ട് സ്വപ്നത്തിൽ പോയിട്ട് പറഞ്ഞു കൊടുക്കുക, അതുണ്ടാക്കിക്കോ, ഇതുണ്ടാക്കിക്കോ, അങ്ങനെ ചെല്ലിക്കോ, ഇങ്ങനെ ചെല്ലിക്കോ എന്ന് പറഞ്ഞെടുത്ത് ഓലൊക്കെ പട ചെല്ലിപ്പ കണ്ട ഓല ഞങ്ങളെക്കാളും മേലെത്തി എന്ന് പറയുന്നേ. ഇതുണ്ടാവോ? അങ്ങനെ സാഹചര്യം ഉണ്ടാവോ സഹോദരന്മാരെ? ഇതിന് കൂലി കിട്ടുമെങ്കിൽ ഇതല്ലേ സംഭവിക്കാം. കൂലി കിട്ടൂലെങ്കിലോ എന്തിനാ ഏർപ്പാട്? അല്ലെങ്കിൽ തെളിയിക്കാൻ കഴിയണം റസൂലും സഹാബത്തൊക്കെ ഹദ്ദാദ് ചൊല്ലിയിട്ടുണ്ട്, റാത്തീബ് ചൊല്ലിയിട്ടുണ്ട്, കുത്തുബിയത്ത് കഴിച്ചിട്ടുണ്ട്, നേർച്ച ഈ വക നേർച്ചപ്പെട്ടേക്ക് പണം എറിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ തെളിയിക്കാൻ പറ്റണം.
അങ്ങനത്തെ ഒന്നില്ല. ഇനി നമുക്ക് ആലോചിക്കാൻ മാണോ വേണം, എന്നാലും വേണ്ടില്ല, ഞങ്ങൾക്കത് മതി, ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല, പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു മാത്രം. സഹോദരന്മാരെ, അറിഞ്ഞോ അറിയാതെയോ നമ്മൾ പലയിടത്തും ചരിത്രത്തിൽ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു.